ആയത്ത് അവസാനിച്ചു. മഥുവല്ലഹും 12 13ാമത്തെ ആയത്ത്. ഈ ആയത്താണ് അള്ളാഹുവിൻ്റെ റസൂലിന് പരിശുദ്ധമായ മദീനയുടെയും മക്കയുടെയും ഇടയിൽ അവതരിച്ചത്. ഇത് മക്കിയുമല്ല മദനിയുമല്ല, മക്കയിൽ അവതരിച്ചതല്ല, മദീനയിൽ അവതരിച്ചതല്ല, അതിൻ്റെ ഇടയിൽ അവതരിച്ചതോ പരിശുദ്ധമായ ഹിജറ നടക്കുമ്പോൾ. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? വകഅയ്യിൻ മിൻ ഖർയത്തിൻ, എത്ര നാടുകളാണ് നബിയെ, എത്ര ഗ്രാമങ്ങളാണ്, നഗരങ്ങളാണ്, ഹിയ അഷദ്ദു ഖുവ്വ, ആ നാട്ടുകാർക്ക് നല്ല ആരോഗ്യമുണ്ട്, അവിടത്തുകാർക്ക് നല്ല പവറുണ്ട്, ശക്തന്മാരായ ആളുകൾ താമസിക്കുന്ന എത്ര നാടുകൾ, അങ്ങയെ പുറത്താക്കിയ മക്കയെക്കാളും ശക്തരായ ആളുകൾ ജീവിച്ച നാടുകൾ എത്രയുണ്ട് നബിയേ. അഹ്ലക്നാഹും, അവരെല്ലാം ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിയപ്പോൾ അവരെ നാം നശിപ്പിക്കുകയാണുണ്ടായത്. ഫലാ നാസിറ ലഹും, അക്രമകാരികളെ സഹായിക്കാൻ ആരുമേ തുണക്കുണ്ടായില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. മുഹറം മാസത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഈ ആയത്തിന് എന്ത് പ്രസക്തി എന്ന് ചിലപ്പോൾ മുതഅല്ലിമീങ്ങളോ ഉസ്താദുമാരോ എങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടാവാം. ഖുർആനിൻ്റെ മഹാത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിന് കണക്കുമായി ബന്ധപ്പെട്ട ന്യൂമറിക് വണ്ടറുകളുണ്ട്. ഖുർആനിൻ്റെ ഇഅ്ജാസുകൾ പല വിധത്തിലാണ്. ഡിജിറ്റൽ ലോകമാണിന്ന്, കണക്കുകളുടെ ലോകമാണിന്ന്. വിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരങ്ങളിലും അക്കങ്ങളിലും പല കണക്കുകളുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ബസ്സാം ജറാറിനെ പോലെ, അബ്ദുദ്ദാഇമൽ കഹീലിനെ പോലെ, ആധുനികരായ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ബഹ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആയത്തിൻ്റെ പ്രത്യേകത അറിയുമോ? ഈ ആയത്ത് കിടക്കുന്നത് പരിശുദ്ധമായ സൂറത്തു മുഹമ്മദിൽ, ഹബീബിനെ പറ്റിയുള്ള പേരുള്ള സൂറയാണ് സൂറത്തു മുഹമ്മദ്. ഈ ആയത്തിൻ്റെ നമ്പർ, ഈ ആയത്തിൻ്റെ സീക്വൻസ്, അതിൻ്റെ ഓർഡർ കിടക്കുന്നത് 13ാമത്തെ ആയത്ത്. 13ാമത്തെ വർഷമാണ് ഹിജറ നടക്കുന്നത്, നബി തങ്ങളുടെ നുബുവത്തിൻ്റെ 13ാമത്തെ കൊല്ലം. ഈ ആയത്തിൻ്റെ അക്ഷരങ്ങൾ എണ്ണി നോക്കിയാൽ 53. വകഅയ്യിൻ മിൻ ഖർയത്തിൻ ഹിയ അശദ്ദു ഖുവ്വതൻ മിൻ ഖർയതിക അല്ലതി അഖ്റജത്ക അഹ്ലക്നാഹും ഫലാ നാസിറ ലഹും. ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് എടുത്തു നോക്കുക, എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എണ്ണി നോക്കിയാൽ അക്ഷരങ്ങളുടെ എണ്ണം 53. നബി തങ്ങൾക്ക് ഹിജറ വരുമ്പോൾ, ഹിജറ നടക്കുമ്പോൾ വയസ്സ് 53. ഹിജറ നടക്കുന്നത് നുബുവത്തിന്റെ 13ാമത്തെ കൊല്ലമാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിൽ അവതരിച്ച ആയത്താണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഖുർആനിൻ്റെ ഓദറെങ്കിൽ ഈ മനോഹരമായ രഹസ്യം അതിൽ ഉൾക്കൊള്ളിക്കുക സാധ്യമല്ല. ഖുർആൻ വാമൊഴിയായി ഹബീബിന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഖുർആനിൻ്റെ ലിപികളിൽ ആദ്യകാലങ്ങളിൽ ആയത്തിൻ്റെ എണ്ണമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓതിയ മുസ്ഹഫ് കണ്ടിട്ടുണ്ട് ഞാൻ. താഷ്കൻഡിലുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ, അവിടുത്തെ അമീർ മ്യൂസിയത്തിലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ ഓതിയ ആ ചോരപ്പാടുള്ള 350ഓളം മാൻതുകലുകളിൽ എഴുതി വെച്ച പരിശുദ്ധമായ മുസ്ഹഫ്, ചോരപ്പാടോടുകൂടെ UN അടക്കമുള്ള വിദഗ്ധന്മാരായ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി 1400 കൊല്ലം പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ച അമീർ തൈമൂർ, പ്രഗത്ഭനായ പണ്ഡിതൻ, അന്നത്തെ അമീർ തൈമൂറിൻ്റെ ഗുരുനാഥൻ്റെ വഴി ബഗ്ദാദിലൂടെ പേർഷ്യയിൽ നിന്ന് കടന്നു കൊണ്ടുവന്ന പരിശുദ്ധമായ ഉസ്മാനി മുസ്ഹഫ് ഉണ്ടെന്നവിടെ. അതിൽ ഡോട്ടുകളില്ല, കുത്തുകളില്ല, ബാഇൻ്റെ പുള്ളിയില്ല, താഇൻ്റെ പുള്ളിയില്ല. ആയത്ത് അവസാനിക്കുന്ന എവിടെയെന്നറിയില്ല. സൂറത്തുൽ അറാഫിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ സ്വർഗത്തെപ്പറ്റി പറയുന്ന ഭാഗമാണ് ഓതി നിൽക്കുമ്പോഴാണ് ശത്രുക്കൾ വന്ന് മഹാനവറുകളെ കൊലപ്പെടുത്തുന്നത്, രക്തസാക്ഷിയാവുന്നത്. ആ മുസാഫ് നോക്കിയാൽ അതിൽ അക്കങ്ങളുടെ എണ്ണമില്ല. അത് പിന്നീട് ഖുർആനിലേക്ക് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉലമാ മസ്ലഹത്ത് ഉദ്ദേശിച്ച്
നന്മ ഉദ്ദേശിച്ച് ചേർത്തിയതാണത്. ഖുർആനിൻ്റെ ഭാഗമല്ല. ആയത്തുകളുടെ എണ്ണം പിന്നീട് വന്നതാണ്. ആയത്ത് 13-ാമത്തെ ആയത്തിൽ 53 അക്ഷരങ്ങളുള്ള ആയത്ത് സൂറത്ത് മുഹമ്മദിൽ പരിശുദ്ധമായ ഹിജ്റ നടക്കുന്ന സമയത്ത് മക്കിയോ മദനിയോ അല്ലാത്ത ഒരേ ഒരായത്തെ മുസ്ഹഫിലുള്ളൂ. ആ ആയത്താണിത്. ആ ആയത്ത് അവതരിപ്പിക്കുന്നത് പരിശുദ്ധമായ ഹബീബ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന വഴിയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മുസ്ഹഫിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് നബിയേ നിങ്ങളുടെ വാക്കല്ല, ഇതൊരു കഥാകൃത്തിൻ്റെ വാക്കല്ല, ഒരു കവിയുടെ ഭാവസങ്കല്പങ്ങളല്ല. തൻസീലും മിൻ അസീസുർ റഹീം, എല്ലാം അറിയുന്ന തന്ത്രജ്ഞരായ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ വചനങ്ങളാണ് എന്ന് ഒരിക്കലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണിത്. 13-ാം വർഷം അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധമായ മിഅ്റാജ് കഴിയുമ്പോൾ ഹബീബിന് യാത്ര പോവേണ്ടി വരുന്നു. തായിഫിലേക്കുള്ള യാത്ര നമുക്കറിയാം. 10-60 കിലോമീറ്റർ മുത്തുനബി തങ്ങൾ ഇസ്ലാമിൻ്റെ ആദ്യകാലം നമ്മൾ ഓർക്കുക. 13 വർഷക്കാലം ലോകൈക ഗുരുലോകത്തിൻ്റെ അന്ത്യപ്രവാചകർ അറേബ്യയിൽ കഷ്ടപ്പാടുകൾ സഹിച്ച കാലമായിരുന്നുവല്ലോ അത്. ആളുകൾ എറിഞ്ഞും ആട്ടും തുപ്പും പഴിചാരലും ചീത്തവിളിയും അക്രമവും ദേഹാക്രമം മാനസികാക്രമം എല്ലാം സഹിക്കുമ്പോഴും കുഫു ഐദീകും വഅഖീമുസ്സലാഹ്, സംയമനം പാലിക്കണേ, നിസ്കാരം നിലനിർത്തണേ, നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ പോലും അവകാശമില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയും പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളെന്ന് താടന പീഡനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തുനബിയുടെ താങ്ങും തണലുമായ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഹബീബിൻ്റെ തണലായിരുന്ന പ്രിയപ്പെട്ട മൂച്ചാപ്പ അബൂ ത്വാലിബ് ലോകത്തോട് വിട പറയുന്നത്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. നബിയെ, അങ്ങ് യതീമായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷിതമായൊരു അഭയം തന്നില്ലയോ എന്ന് ചോദിച്ച ആ അഭയമാണ് അബൂ ത്വാലിബ്. മുസ്ലിമായിരുന്നില്ല, പക്ഷേ അബൂ ത്വാലിബ് നബിക്ക് സംരക്ഷണം കൊടുത്തു. ഇസ്ലാം സ്വീകരിച്ചില്ല, പക്ഷേ മുത്തുനബിയുടെ ആശയം സത്യമാണെന്ന് മുത്താപ്പാക്കറിയാമായിരുന്നു. പ്രിയപ്പെട്ട പത്നിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ഹബീബായി നിബിതങ്ങളായി ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത ഒരു വിവാഹം നടന്നെങ്കിൽ അത് ഒരേ ഒരു വിവാഹം മാത്രമാണ്. നിബിതങ്ങൾ തങ്ങൾ നബിയാകുന്നതിൻ്റെ മുമ്പ് 2 വിവാഹം ചെയ്തിട്ടില്ല. പ്രവാചകത്വത്തിന് ശേഷമാണ് മറ്റ് വിവാഹങ്ങളെല്ലാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ 10-25 വർഷം താമസിച്ചതിൻ്റെ ശേഷമല്ലോ ബീവി ലോകത്തോട് വിട പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നല്ലാഹ യുഖ്രിഉ അലാ ഖദീജത്തസ്സലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദീജ ബീവിയോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട് നബിയേ. വബശ്ശിർഹാ, ഖദീജ ബീവിയോട് സന്തോഷം പറഞ്ഞു കൊടുക്കണം, അവർ വരുന്നുണ്ട്. അങ്ങേക്ക് ഭക്ഷണവുമായി ഒരു കയ്യിൽ കറിയും മറ്റൊരു കയ്യിൽ അങ്ങേക്കുള്ള ഭക്ഷണവുമായിട്ട് ഖദീജ വരുന്നുണ്ട് നബിയേ. ബീവി വന്നു കഴിഞ്ഞാൽ ബീവിയോട് പറയണം, വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്നതി മിൻ ഖസ്ബിൻ ലാ സുഖബ ഫീഹാ വലാ നസബ്. മുത്തുകളാലുള്ള മനോഹരമായ ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. ലാ സുഖബ ഫീഹാ വലാ നസബ്. അങ്ങേക്ക് വേണ്ടി ഒരുപാട് ഒച്ചപ്പാടുകൾ കേട്ടവരാണവർ, അങ്ങേക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണവർ. എന്നാൽ ഇനി പരലോകത്ത് ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഇല്ലാത്ത സ്വർഗലോകം, വലാ നസബ, ക്ഷീണമില്ലാത്ത സ്വർഗലോകം. അവിടെ ബീവിക്ക് മുത്തുകളാൽ മനോഹരമായ കൊട്ടാരമുണ്ടെന്ന് ബീവിയോട് പറയണം നബിയേ. ഖദീജ ബീവി സ്വർഗവാസിനിയാണെന്ന് പറയണം, അല്ലാഹു സലാം പറയുന്നുണ്ടെന്ന് പറയണം. അതാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഈ 2 വിയോഗങ്ങൾ നടന്നപ്പോഴേക്കും ഹബീബ് തളരുകയാണ്. ആമുൽ ഹുസ്ൻ എന്നാണ് അതിൻ്റെ പേര്, സങ്കടത്തിൻ്റെ വർഷം. അപ്പോഴാണ് ത്വായിഫിലേക്ക് പോകുന്നത്. ത്വായിഫിലേക്ക് ചെന്ന ചരിത്രം നമുക്കൊക്കെ അറിയാം.
കൊച്ചുമക്കൾ പോലും അത് പറയുന്ന വിഷയമാണത്. കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു നബിയെ അല്ലേ. ആ താഴ്വാരം ചോര ഉറ്റുന്ന കാലുമായി അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങി വരുമ്പോൾ അദ്ദാസ് എന്ന് പറയുന്ന ഒരേ ഒരു നീനവക്കാരൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ വിശ്വസിക്കുന്നത്. നബിതങ്ങൾ വിശ്രമിക്കാൻ ഒരു തോട്ടത്തിലേക്ക് കയറുന്നു. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥർ നബിയുടെ ബന്ധുക്കളാണ്. പക്ഷേ അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു. വന്ന് അദ്ദാസിനെ പറഞ്ഞയച്ചു, കുറച്ച് മുന്തിരി കൊടുക്കെന്ന് പറഞ്ഞു. ആ മുന്തിരിയിൽ നിന്നും മുത്തനബിതങ്ങൾ ഒരു മുന്തിരിയെടുത്ത് ഉടമസ്ഥന്മാരുടെ സമ്മതത്തോടുകൂടെയാണോ നീ എനിക്കിത് കൊണ്ടുതരുന്നത്? അതേ, തീർച്ചയായും. നിന്റെ പേരെന്താണ്? അദ്ദാസ്. ഇരിക്കെന്ന് പറഞ്ഞു. മുത്തനബിതങ്ങൾ ഇരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹുവേ, ഭക്ഷണം മനുഷ്യന്റെ വായിലേക്ക് കൊണ്ടുതന്നത് നീ തരുന്ന എത്ര വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് പുണ്യപ്രവാചകൻ ഒരു മുന്തിരി വായിലേക്ക് വെച്ചപ്പോഴാണ് അദ്ദാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നബിയേ മുഹമ്മദ് എന്നവരെ, അങ്ങ് ആരാണ്? ഇങ്ങനെ ഒരു വാക്ക് ഈ നാട്ടുകാരൊന്നും പറയാറില്ലല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതെന്താണ്? അപ്പോഴാണ് പറയുന്നത്, ഞാൻ അല്ലാഹുവിൻ്റെ നിയുക്തനായ പ്രവാചകനാണ്. നിങ്ങൾ ആരാണ്? ഞാൻ അദ്ദാസ്. എവിടുന്നാ വന്നത്? നീനവായിൽ നിന്ന്. ഇറാഖിലെ നീനവയോ? അതെ, നീനവ യൂനുസുബ്നു മത്താ. യൂനുസുബ്നു മത്തായുടെ മകൻ യൂനുസ് നബിയുടെ നാടായ നീനവയോ? അവിടെ നിന്നാണോ നീ വരുന്നത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം യൂനുസ് നബിയെ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം യൂനുസ് നബിയെ? യൂനുസ് അഖീ മിനൻ നബിയീൻ, പ്രവാചക ശൃംഖലയിലെ എൻ്റെ സഹോദരനാണ് യൂനുസ് പ്രവാചകൻ. ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാണ്. പറയൂ നബിയെ, നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഏകനായ അല്ലാഹു, ഞാൻ ആ അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ അവസാനത്തെ കണ്ണിയായി വന്ന ദൂതൻ. ഇത് നീ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിച്ചു. കലിമ ചൊല്ലുന്നു. അദ്ദാസ് റളിയല്ലാഹു അൻഹു ആയി മാറുന്നു. അദ്ദാസ് എന്നവർ മുസ്ലിമായി. ആ ഒരു ഇസ്ലാമല്ലാതെ ത്വായിഫിലേക്കുള്ള യാത്രയിൽ മറ്റൊന്നുമില്ല. അപ്പോഴാണ് നബിതങ്ങൾക്ക് പരിശുദ്ധമായ മിഅ്റാജ് വരുന്നത്. അല്ലാഹു നബിയെ കൊണ്ടുപോവുകയാണ്. ഭൂമിയിലുള്ള ആളുകളെ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളെടുത്തുവോ? ഭൂമിയിലെ ആളുകൾക്ക് അങ്ങയെ വേണ്ടയോ നബിയെ? അങ്ങ് വിഷമിക്കണ്ട, ആകാശലോകത്തേക്ക് ഇങ്ങ് പോരിൻ നബിയെ, ഞാൻ അങ്ങയെ കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആകാശലോകങ്ങളിലേക്ക് ബുറാഖിന്റെ പുറത്ത് നബിതങ്ങളെ കൊണ്ടുപോയ അത്ഭുതകരമായ സംഭവം വിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മുഅ്ജിസത്താണ്. ഏറ്റവും സ്ഥാനമുള്ള ഗൗരവമുള്ള നബിതങ്ങളുടെ മുഅ്ജിസത്താണ് പരിശുദ്ധമായ അൽ ഇസ്റാ വൽ മിഅ്റാജ്. ആകാശലോകങ്ങളെ കാണിച്ചില്ലേ അല്ലാഹുവിൻ്റെ റസൂലിനെ? വബിത്ത തർഖാ ഇലാ അന്നിൽത മൻസിലതൻ ബിൻ ഖാബ ഖൗസൈനി ലം തുദ്റക് വലം തുറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي على حبيبك خير الخلق كلهم. അള്ളാഹുവിൻ്റെ ജലാലിയത്തും അള്ളാഹുവിൻ്റെ അളമത്തും അള്ളാഹു കാണിച്ചു കൊടുത്തൊരു രാവായിരുന്നു ആ രാത്രി. അത് കഴിഞ്ഞതിൽ പിന്നെ താമസിച്ചില്ല. ആകാശലോകം ഹബീബിനെ സ്വീകരിച്ചു കഴിഞ്ഞു. ആ നബി തങ്ങളുടെ ഖബൂലിയത്ത് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പണ്ടേ മുത്തുനബി തങ്ങളുടെ കാൽപാദങ്ങളെ സുരക്ഷിതമാക്കുകയാണ്. നബിയെ, ഇനി മക്കയിൽ അങ്ങ് നിൽക്കണ്ട, അങ്ങേക്ക് വളക്കൂറുള്ളൊരു മണ്ണുണ്ട് മദീന, അവിടെയല്ലോ നബിയെ
അങ്ങയുടെ പ്രിയപ്പെട്ട ഉമ്മ അങ്ങയെ 8 മാസം ഗർഭം ധരിച്ച് പ്രസവിക്കാൻ 2 മാസം, അറബ് കണക്ക് പ്രകാരം 10 മാസം എന്ന ആ അറബ് മാസങ്ങളുടെ കണക്ക് പ്രകാരം 2 മാസം ബാക്കി നിൽക്കുമ്പോഴാണല്ലോ അങ്ങയുടെ പ്രിയപ്പെട്ട ഉപ്പ 22 21 വയസ്സെന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ പ്രായത്തിൽ ചെറുപ്പക്കാരനായ അങ്ങയുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് പോകുന്നത്, സിറിയയിലേക്ക് പോകുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് മദീനത്ത് വരുമ്പോഴല്ലേ പനി ബാധിച്ചത്? മദീനയിലല്ലേ നബിയെ അങ്ങയുടെ ഉപ്പ കിടക്കുന്നത്? പരിശുദ്ധമായ ഹബീബിന്റെ മദീനയിലാണ് പ്രിയപ്പെട്ട ഉപ്പയെ മറവ് ചെയ്തത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മ. നബിക്ക് 8 വയസ്സുള്ളപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സ് പ്രായമാകുന്ന സമയം ഹബീബായ നബി തങ്ങളെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ കൂടെ തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ട ആമിന ബീവിക്ക് പനി ബാധിക്കുന്നത് മദീനയുടെ അബവായിൽ വെച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ അബവായിലെത്തുമ്പോഴാണല്ലോ ആമിന ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂലേ, ഇതല്ലാഹു നബിയോട് പറയുന്ന പോലെ അങ്ങയുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കിടക്കുന്നിടത്തേക്ക് പോകാൻ അങ്ങേക്ക് ആഗ്രഹം കാണുമല്ലോ. അങ്ങ് ഹിജ്റ പോവണം, മദീനയിലേക്ക് പലായനം ചെയ്യണം, മദീനയിലേക്ക് പോവണം. മക്ക സുരക്ഷിതമല്ല. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവാണ് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ചാരി നിൽക്കുന്ന ഹബീബിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞത്, അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങൾക്ക് പ്രയാസമാണ് നബിയേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങെന്താ ദുആ ചെയ്യുന്നില്ലേ എന്നാണ് നബിയേ. ശാന്തമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു നാള് വരുന്നത് എന്നാണ് നബിയേ. ആയുധമേന്താതെ നടക്കുന്ന ഒരു യാത്രയുണ്ടാവുക എന്നാണ് നബിയേ. കഷ്ടപ്പാടുകളൊന്ന് അവസാനിക്കുക എന്നാണ് നബിയേ. സുരക്ഷിതമായി ഒരു നാളെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക. അലാ തദ്ഉ ലനാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലിരിക്കുന്ന ഹബീബിനോടാണ് നബിയേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഖബ്ബാബേ, നിങ്ങൾ അല്ലാഹുവിൻ്റെ വിജയം വളരെ പെട്ടെന്ന് വേണമെന്ന് കൊതിക്കുകയാണോ? വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇസ്ലാം ലോകങ്ങളുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ. ഈ ദീൻ അല്ലാഹു പരിപൂർത്തീകരിക്കും, ഈ മതം അല്ലാഹു സമ്പൂർണ്ണമാക്കും. ഹത്താ യസീറർ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്. സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക്, ഷാമിന്റെ ഒരറ്റത്ത് നിന്ന് യമനിന്റെ അറ്റത്തേക്ക്. ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ അലാ ഗനമി. ആട്ടിൻപറ്റങ്ങളെ കടിച്ചു കൊണ്ടുപോകുമെന്ന് ചെന്നായ്ക്കളയല്ലാതെ, അല്ലാഹുവിനെയുമല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ ഒറ്റക്ക് നടക്കാവുന്ന ഒരു കാലം ഖബ്ബാബേ വരാനിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുത്തുനബി തങ്ങളുടെ ആ പ്രയാണം ആരംഭിക്കുകയാണ്. ഇസ്ലാമിൻ്റെ വിജയം ആരംഭിക്കാൻ പോകുന്നു. 13 കൊല്ലത്തെ സംയമനം, 13 വർഷത്തെ സംയമനം, 13 വർഷത്തെ താടന പീഡനങ്ങൾ സഹിച്ചുള്ള ജീവിതം കഴിഞ്ഞ് ഇനി ഇതാ മദീനയിലേക്ക് പോവുകയാണ്. പരിശുദ്ധമായ മദീന. അല്ലാഹുവിൻ്റെ റസൂൽ അത് കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഉമ്മയോടൊപ്പം പോയ ഒരു ഓർമ്മയുണ്ടെന്നല്ലാതെ മദീനയെ പറ്റി അറിയില്ല. മദീനക്കാരാണ് അഖബയിൽ വന്ന് ഹബീബിനെ കാണുന്നത്. പാറക്കെട്ടുകളുടെ അരികത്ത് വന്ന് മുത്തുനബിയോട് പറയുന്നത്, നബിയേ, മദീനത്തേക്ക് വരൂ നബിയേ, ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കാം. മക്കക്കാർക്ക് അങ്ങയെ വേണ്ടയോ? ഞങ്ങൾക്ക് വേണം. മദീനയിൽ താമസിക്കുന്നത് ജൂതന്മാരാണ്, മദീനയിൽ അന്ന് താമസിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്തുകൊണ്ട് മദീനയിൽ വന്നു എന്ന് ചരിത്രം അന്വേഷിക്കണം. ജൂതമതം വരുന്നത്, ജൂത ആശയങ്ങൾ വരുന്നത്, ആ പേര് വരുന്നത് ഫലസ്തീനിലാണ്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മസ്ഥലം കണ്ടവരുണ്ടാകാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഫലസ്തീനിലാണുള്ളത്. കനീസത്തുൽ വിലാദ, ഈസ നബിയുടെ പ്രബോധനം ഫലസ്തീനിലാണ്.
മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഈജിപ്തിലാണ്. പക്ഷേ ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദസിലേക്ക് അവസാനം താമസം മാറിയിട്ടുണ്ട്. ആ രണ്ട് മതങ്ങൾ എന്തേ ഹിജാസിന്റെ അങ്ങറ്റത്ത് നിന്ന്, ഷാമിൽ നിന്ന് എന്തേ ഇങ്ങ് മദീനത്തേക്ക്, മരുഭൂമിയുടെ നടുവിലേക്ക് എന്തിനവർ വന്നു? എന്തിനാ വന്നത്? പ്രവാചകൻ വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. എന്താണ് ആ വരവിന്റെ താല്പര്യം? ശുദ്ധരായ പ്രവാചകന്മാരുടെ നാവിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരന്ത്യപ്രവാചകൻ വരാൻ പോകുന്നു. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ്. അഹ്മദ് എന്ന് വിളിക്കപ്പെടും, പാർഖ്ലീച്ച എന്നറിയപ്പെടും. സുവിശേഷകൻ, സത്യം സമാധാനം ലോകത്തെ പഠിപ്പിക്കാൻ വരുന്നവർ. ഏതസ്മിനന്തരേ മ്ലേച്ഛ ആചാരേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം നൃപാശേവ മഹാദേവ മരുസ്ഥല നിവാസിനം ഗംഗാജലൈശ്ച സംസ്നോപ്യം പഞ്ചഗവ്യമപാഗതം എന്ന് വ്യാസമഹർഷി, പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസമഹർഷി ആർഷഭാരതത്തിൽ പ്രവാചകൻ ജനിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആർഷഭാരതത്തോട് പറഞ്ഞുപോയ ആരാണോ സത്യപ്രവാചകൻ, മലരാരണ്യത്തിൽ വരുന്ന, മരുഭൂമിയിൽ വരുന്ന മഹാമത് പ്രവാചകൻ ഏതോ, ആ പ്രവാചകൻ വരുന്നുവെന്ന് ഈസ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ക്രിസ്ത്യാനി ജൂത സമുദായങ്ങൾക്ക് വിവരം ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഷാമിൽ നിന്നവർ മദീനയിലേക്ക് വരുന്നത്. മദീന ഷാമിനോളം ഭംഗിയുള്ള നാടല്ല, ഷാമിൻ്റെ കാലാവസ്ഥയല്ല മദീനയിൽ. എന്തിനവര് വന്നു? അന്ത്യപ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകനെ 2 കൈകളും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങളുണ്ടാവണം. ആ പ്രതീക്ഷയിലാണ് അവർ മദീനത്തേക്ക് വന്നത്. അപ്പോഴാ കേൾക്കുന്നത് മക്കയിൽ അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞു. പേര് മുഹമ്മദ്, ഹാഷിം കുടുംബം, ഖുറൈശി തറവാട്. ഉപ്പ മരിച്ചു പോകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ ഉമ്മയും മരിച്ചു പോകുമെന്ന് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലക്ഷണങ്ങളൊത്ത പ്രവാചകൻ, മുഖത്ത് പുഞ്ചിരി തൂകുന്ന, മനോഹരമായ പ്രഭയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, എന്തെന്നില്ലാത്ത ചന്തമുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജൂത പണ്ഡിതന്മാർക്ക് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണ് മദീനക്കാർ പറയുന്നത്. നമ്മുടെ നാട്ടിലെ വേദം നൽകപ്പെട്ടവർ പറയുന്ന ആ മഹത്വം അവർക്കെല്ലാം നമുക്ക് കിട്ടണം. നമ്മൾ ചെന്ന് പ്രവാചകനെ സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്ന സ്വീകരണമാണ് മദീനയിൽ തോലഅൽ ബദറു മുഴങ്ങാൻ കാരണമായത്. അല്ലാഹുവിൻ്റെ റസൂൽ യാത്ര പറയുകയാണ്. 13 കൊല്ലം ജീവിച്ച നാടിനോടല്ല, 53 കൊല്ലം ജീവിച്ച നാടിനോട്, 53 കൊല്ലം ജീവിച്ച നാടിനോട് യാത്ര പറയുന്നു. ഇനി ജീവിതത്തിലെ ബാക്കിയുള്ള ഏതാനും വർഷങ്ങളും അവിടെ നിന്നങ്ങോട്ട് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ജീവിതം ഇനി മദീനയിലാവണം എന്ന് അല്ലാഹുവിന് നിശ്ചയമുണ്ട്. മുത്തനബി തങ്ങൾ മക്കയുടെ കുന്നുകൾ മറയാറാകുമ്പോൾ മക്കയെ നോക്കി സ്വന്തം നാടിനോട്, രാജ്യത്തോട്, സ്വന്തം മണ്ണിനോട്, ജനിച്ച നാടിനോട് എന്തെന്നില്ലാത്ത പ്രതിബദ്ധതയുള്ള, വിട്ടുപിരിയാൻ കഴിയാത്ത സങ്കടത്തോടെ കളിച്ചു നടന്ന ഇടവഴികളും മുറ്റവും വീടും തറവാടും കൂട്ടുകാരെയും എല്ലാം സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ നിൽക്കാൻ സമ്മതിക്കാതെ അവർ അട്ടിയോടിക്കുകയാണ്. അങ്ങനെ ഒരു അട്ടിയോടിക്കൽ ഉണ്ടാകുമെന്ന് പ്രവാചകത്വം ലഭിക്കുന്ന കാലത്തെ നബി തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന കണ്ണ് കാണാത്ത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയ പത്നിയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദരപുത്രൻ വറഖത്ത് ഇബ്നു നൗഫൽ വിശുദ്ധമായി ഇഖ്റ ഇറങ്ങിയപ്പോൾ ഉണ്ടായ സംഭവം നമുക്കറിയാം. 40 വയസ്സാണ് പ്രവാചകർക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് കയറിയിരിക്കാൻ സ്ഥലമില്ലല്ലോ ഇവിടെ. അതെ, റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട്. ഇനി കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ ആണുങ്ങളൊക്കെ ഒന്ന് ഒരൽപ്പം കൂടെ കസേര എടുത്തിട്ടൊന്ന് എന്ത് ചെയ്യേ 5000 കസേര വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്നായിക്കോട്ടെ, ഒന്ന് മൂവ് ചെയ്താൽ. ബിസ്മില്ലാ. ഒന്ന് സ്വലാത്ത് ചൊല്ലിക്കോളൂ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് മുമ്പോട്ട് ഇങ്ങനെ അടുത്തിരുന്നാൽ ബാക്കിലുള്ള ഇച്ചിരി കൂടെ സ്ഥലം നമുക്ക് അവിടെ കിട്ടും. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യാനാണ്. തഫസ്സഹു, നിങ്ങളോട് ഇന്ന് സൗകര്യം ചെയ്യണം ഒരു സദസ്സിൽ എന്ന് പറഞ്ഞാൽ ഫതഫസ്സഹു, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. എന്തെന്ന് പറഞ്ഞില്ല, മനസ്സിൽ, സമ്പത്തിൽ, മക്കളിൽ, ജീവിതത്തിൽ. ചെറിയൊരു പണിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഒന്ന് അനങ്ങുന്നേ ഉള്ളൂ അല്ലേ? എന്നാലും അള്ളാഹു വലിയ പ്രതിഫലം തരും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് എഴുന്നേറ്റ് നിർത്തിയിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു റിഫ്രഷ് ആവാനുള്ള ഒരു സമയം. ഇനി എണീപ്പിക്കുന്നില്ല, ഇനി ഒരു 3/4 മണിക്കൂറെങ്കിലും കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റല്ലോ ഇപ്പോൾ. ബിസ്മില്ലാഹ്, സ്വലാത്ത് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പരിശുദ്ധരായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദ്റത്തിലേക്ക് ഈ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസം അള്ളാഹു നമ്മുടെ സ്വലാത്തുകൾ എത്തിപ്പിച്ചു കൊടുത്ത് അള്ളാഹു ഹബീബിനെ സന്തോഷിപ്പിക്കട്ടെ. അവിടുത്തെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അത് കാരണം നമ്മുടെ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. സങ്കടപ്പെടുന്നവരുടെ സങ്കടങ്ങൾ അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ ഈ സദസ്സിൻ്റെ ഇവിടെ ചൊല്ലിയ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ റസൂലിന് പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ വിശുദ്ധ ഖുർആൻ അവതരിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 15 വർഷത്തോളം നബിതങ്ങൾ ഒറ്റക്കിരുന്ന ഗുഹയിലാണ് മഹാനായ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിക്കുന്നത്. അങ്ങനെയാണ് ഒരു മലമുകളിലാണ് നബുവത്തിന്റെ ആരംഭമുണ്ടാവുകയെന്ന് മൂസ നബി അലൈഹിസ്സലാമിന് അവതരിപ്പിച്ച ഓൾഡ് ടെസ്റ്റമെന്റിൽ അള്ളാഹുവിന്റെ പരാമർശം ഇന്നും കാണാൻ കഴിയും. The Lord came on Sinai, he shined on Seri, he came forth from Mount Paran, he came with 10,000s of saints. 10,000 വിശുദ്ധന്മാരോടുകൂടെ വരുന്ന പ്രവാചകൻ പാറാൻ കുന്നുകളിൽ പ്രോജ്വലിക്കാൻ പോകുന്ന ദിവ്യപ്രഭയാണത്. പാറാൻ കുന്നുകളാണ് പരിശുദ്ധമായ ജബലുന്നൂർ. ഹബീബ് പേടിച്ചുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു മലയിറങ്ങി വരുമ്പോ 600 ചിറകുകളുമായി ആകാശലോകത്തിന്റെ ചക്രവാള സീമകൾ മുഴുവനും നിറയുമാർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശരിക്കും കണ്ടു. മുഹമ്മദ് റസൂലുള്ളാഹ്. മിഅ്റാജിനും കണ്ടു. മാ കദബൽ ഫുആദു മാ റആ മാ സാഗൽ ബശറു വമാ തഗാ എന്ന ആയത്തിന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട കാഴ്ചയാണെന്ന് മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അല്ല, അള്ളാഹുവിനെ കണ്ടതാണെന്നും അഭിപ്രായമുണ്ട്. അവിടെ നബിതങ്ങളുടെ കണ്ണുകൾ അനങ്ങിയില്ല, ശരിക്കും കണ്ടു. മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകങ്ങൾ നിറയെ ചിറകുകളുമായി നിൽക്കുന്ന ആ കാഴ്ച യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ എന്ന് വിളിക്കുന്നു. മേലോട്ട് നോക്കുന്നു. അന റസൂലു റബ്ബിക്, ഞാൻ അങ്ങയുടെ രക്ഷിതാവിന്റെ ദൂതനാണ്. അൻത നബിയു ഹാദിഹിൽ ഉമ്മ, ഈ ലോകത്തിന് വന്ന അന്ത്യപ്രവാചകനാണ് നിങ്ങളെന്ന് നബിയെ നോക്കി ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു. പേടിച്ചു വിറച്ചു വരുന്ന നബിതങ്ങളെ ആരാണ് ആശ്വസിപ്പിക്കാനുള്ളത്? ഉപ്പയുണ്ടോ?
ഇല്ല. ഉമ്മയുണ്ടോ? ജീവിച്ചിരിപ്പില്ല. ആരാണുള്ളത്? പിന്നെ താങ്ങും തണലുമായ പ്രിയപ്പെട്ട പത്നിയ ഖദീജ റളിയല്ലാഹു അൻഹാ. പേടിക്കണ്ട ഭർത്താവേ, നിങ്ങൾ ഭയപ്പെടണ്ട. ലാ യുഹ്സികല്ലാഹു അബാ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല നബിയേ. പ്രവാചകനാണെന്ന് തിരിച്ചറിയും മുമ്പാണ് ഈ പറയുന്നത്. ഇന്നക ലതസ്വിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവരാണ്. വതുഈനുൽ മൽഹൂഫ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. തഹ്മിലുൽ കല്ല, ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. നീതി നടപ്പാക്കുന്നവരാണ്. സ്നേഹം നൽകുന്നവരാണ്. നിങ്ങളെ ലോകരക്ഷിതാവ് കൈവിടിയില്ലെന്ന സമാധാന വാക്കും പറഞ്ഞ് കൈപിടിച്ചു കൊണ്ടുപോയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുപോയത് വറഖത്ത് ബിനു നൗഫൽ എന്ന് പറയുന്ന 80 കഴിഞ്ഞ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ക്രിസ്തീയ പണ്ഡിതന്റെ അരികത്തേക്ക്. അദ്ദേഹം വേദം പഠിച്ച ആളാണ്. ഖദീജ ബീവിയുടെ പിതൃ സഹോദര പുത്രനുമാണ്. വറഖത്ത് ബിൻ നൗഫൽ കാണാൻ കഴിയില്ല. കഥ കേട്ടു, ചരിത്രം കേട്ടു, എന്താണ് സംഭവിച്ചതെന്ന് മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തില്ലയോ? അങ്ങ് നബിയു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ പ്രവാചകനാണ്. അങ്ങയുടെ അരികത്തേക്ക് വന്നത് മാലാഖയാണ്, ജിബ്രീലാണ് അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ നബിയുടെ അരികത്തേക്ക് വന്ന അതേ മാലാഖ നിങ്ങളുടെ നാട്ടുകാർ പുറത്താക്കും മുഹമ്മദ് നബിയെ. ഇത് പറഞ്ഞപ്പോൾ ഹബീബ് ചിന്തിച്ചു പോകുന്നു, സത്യസന്ധനെന്ന് നാഴികക്ക് 400 തവണ എന്നെ വിളിക്കുന്ന എൻ്റെ നാട്ടുകാർ, അവ മുഖ്രിജയ്യ ഖൗമീ, എൻ്റെ സമുദായം എന്നെ പുറത്താക്കുമോ? മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് നാട് വിടേണ്ടി വരും. പ്രവാചകന്മാരായ പ്രവാചകന്മാർക്ക് മുഴുവനും സംഭവിച്ചത് അങ്ങനെയാണ്. അങ്ങും നാട് വിടേണ്ടി വരും. നിങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കും. ഏകദൈവ വിശ്വാസം പറയുമ്പോൾ നിങ്ങളെ ആളുകൾ ഉപദ്രവിക്കും. നിങ്ങൾക്ക് നാട് വിടേണ്ടി വരും. ആ യാത്രയാണ് നടക്കാൻ പോകുന്നത്. ഹിജ്റ എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണുന്ന വിശുദ്ധരായ ഹബീബായ നബി തങ്ങളെ സുരക്ഷിതമായി അല്ലാഹു തആല മദീനയിലേക്ക് കൊണ്ടുപോയ ആ ഹിജ്റയെ ആസ്പദമാക്കിയിട്ടാണ് ഇസ്ലാമിക വർഷങ്ങളിൽ മുഹറം മാസം മുതലുള്ള ആ മുഹറം കണക്കാക്കുന്ന ആദ്യ വർഷം ഹിജ്റ നടന്ന വർഷത്തെ മുഹറമാണ്. ഹിജ്റ നടക്കുന്നത് റബീഉൽ അവ്വലിൽ. ഹബീബ് ജനിച്ചതും ഹബീബിന്റെ വഫാത്തും ചരിത്ര പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ റബീഉൽ അവ്വൽ തന്നെ. റബീഉൽ അവ്വൽ 12. എന്നാൽ ഹിജ്റ നടക്കുന്നതും റബീഉൽ അവ്വലിൽ തന്നെ. ഹിജ്റ നടക്കുന്നതും റബീഉൽ അവ്വലിൽ. പക്ഷേ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് റബീഉൽ അവ്വലിന്റെ മുമ്പ്, മുഹറം 2 മാസം കൂടെ മുമ്പ് കണക്കാക്കി മുഹറം മുതലാണ് വർഷം കണക്കാക്കുന്നത്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ. അല്ലാമ ഇബ്നു കസീർ തങ്ങളൊഴികെ അവർ പറഞ്ഞു മുഹറം അല്ല, റബീഉൽ അവ്വൽ മുതൽ നമുക്ക് കണക്കാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, പരിശുദ്ധരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഹിജ്റയെ ആസ്പദമാക്കിയുള്ള ഒരു വർഷാരംഭം നടക്കുന്നത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ എന്നവരുടെ ഗുമസ്തനാണ്, ഗവർണറാണ്, ഉദ്യോഗസ്ഥനാണ്. മഹാനവറുകൾ ചോദിക്കുന്നു, ഉമർ എന്നവരെ, നിങ്ങൾ ഞങ്ങൾക്ക് കത്തയക്കുന്ന കൂട്ടത്തിലെ ഇത് ശഅബാൻ മുതൽ കണക്കാക്കണമെന്ന് പറയും. അപ്പൊ ഞങ്ങൾക്കറിയില്ല ഈ ശഅബാൻ ഏതാണ്. ഈ ശഅബാനാണോ, കഴിഞ്ഞ ശഅബാനാണോ, വരാൻ പോകുന്നതാണോ, ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഉമർ എന്നവരെ വ്യക്തമാക്കി തരണം. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കലണ്ടറിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ മുമ്പ് ആനക്കലഹ വർഷമായിരുന്നു കണക്കാക്കിയിരുന്നത്. പ്രവാചകർ ജനിക്കുന്ന വർഷമാണ് കഅബാലയം പൊളിക്കാനുള്ള ഒരു ശ്രമം അള്ളാഹു തകർത്തെറിഞ്ഞത്. പക്ഷികളെ അയച്ചിട്ട് യമനിലെ രാജാവ് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ച ചരിത്രം സൂറത്തുൽ ഫീലിൽ അള്ളാഹു പറയുന്നുവല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അബ്രഹത്തിന്റെ ആനപ്പടയെ ആട്ടിയോടിച്ച, നശിപ്പിച്ചു കളഞ്ഞ ആ സംഭവമാണ് അറബികൾ പറയാ ആനക്കലഹ വർഷത്തിന്റെ 1 വർഷം മുമ്പ്, 1 വർഷം ശേഷം, 2 കൊല്ലം മുമ്പ്, 10 കൊല്ലം ശേഷം എന്നൊക്കെ പറഞ്ഞിരുന്ന ആ സംഭവമാണ് ഇനി മാറാൻ പോകുന്നത്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ യാത്രയാവട്ടെ, നമ്മുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും നിദർശകമായ സംഭവം നമ്മൾ ആസ്പദമാക്കി വെക്കുന്ന ഹിജറയാവട്ടെ. എന്തുകൊണ്ട്? ഹിജറയെ സംബന്ധിച്ചല്ലേ അല്ലാഹു തആല പറഞ്ഞത്, മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. അവ്വലു യൗം, ആദ്യ ദിവസം എന്ന് അല്ലാഹു പറഞ്ഞത് മുത്തുനബി തങ്ങൾ മദീനയിൽ കടന്നു വന്ന ദിവസത്തെ സംബന്ധിച്ചല്ലേ. അവ്വലു യൗം, അതായിരിക്കട്ടെ നമ്മുടെ കലണ്ടർ, അതായിരിക്കട്ടെ നമ്മുടെ ആദ്യ ദിവസം. പരിശുദ്ധമായ മദീനയിൽ മുസ്ലിമീങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ കപടവിശ്വാസികൾ മസ്ജിദ് ദിറാർ എന്ന ഒരു പള്ളി ഉണ്ടാക്കിയപ്പോഴാണ്. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയമാണത്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങൾ തിരിച്ചു വരികയാണ്. ലോകത്തോട് വിട പറയാൻ ഏതാനും മാസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോഴാണ് മദീനയിൽ മുസ്ലിം നാമധാരികളായ ചില ആളുകൾ പുതിയൊരു പള്ളി ഉണ്ടാക്കുന്നത്. പള്ളികൾ ഉപയോഗിച്ച് ഭിന്നിപ്പ് നടത്തുന്നവർ അല്ലാഹുവിനെ ഭയപ്പെടണം. പള്ളികൾ ശത്രുതയുണ്ടാക്കാനുള്ളതല്ല, പള്ളികൾ ഭിന്നിപ്പുണ്ടാക്കാനുള്ളതല്ല, പള്ളികളുടെ പേരിൽ പ്രശ്നങ്ങളും സംഘട്ടനങ്ങളും പരസ്പരം മർദ്ദനങ്ങളും നടത്താനുള്ളതല്ല. അല്ലാഹുവിൻ്റെ മസ്ജിദുകൾ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിൻ്റെ പള്ളികളുടെ പരിപാലനം എത്ര ഗൗരവമുള്ള വിഷയം. മദീനയിൽ സമാന്തരമായൊരു പള്ളി വരുമ്പോഴാണ് നബി തങ്ങളുടെ പള്ളി ഉണ്ടായിരിക്കെ, മസ്ജിദ് ഖുബ ഉണ്ടായിരിക്കെ, ആ പള്ളിയുടെ തൊട്ട് മുമ്പിലാണ് മറ്റൊരു പള്ളി വന്നത്. അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ ആയത്തിറക്കുന്നു. മുത്തുനബിയോട് പറയുന്നു, ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും ഒരിക്കലും അവിടെ പോകരുത് നബിയേ, ആ പള്ളിയിൽ ചവിട്ടരുത് നബിയേ. അങ്ങ് പോവേണ്ടത് മസ്ജിദ് ഖുബയാണ്. അതങ്ങയുടെ കൈകളാൽ ഹിജറ കഴിഞ്ഞ് വന്ന് അന്നത്തെ ആദ്യത്തെ ദിവസം അങ്ങുണ്ടാക്കിയ പള്ളി. ആ പള്ളി ഉണ്ടാക്കിയത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ അള്ളാഹുവിൻ്റെ കൂലിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുമാണ്. ആ പള്ളി മദിനബിയെ നിങ്ങൾക്ക് മറ്റേത് വേണ്ട, കരിച്ചു കളയാൻ പറഞ്ഞില്ലേ? എത്ര സങ്കടത്തോടുകൂടെയാണ് നമ്മളിത് പറയുന്നത്. കേരളീയ മണ്ണിലും സംഭവിക്കുന്ന പറയാതിരിക്കാൻ പറ്റുമോ? എത്ര സങ്കടം. റോഡിനപ്പുറം പള്ളി, ഇപ്പുറം പള്ളി, അങ്ങോട്ടിങ്ങോട്ടും ബാങ്കുകൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം. ആർക്ക് വേണ്ടിയാണ് ഈ മത്സരം? ആരോടാണ് ഈ മത്സരിക്കുന്നത്? ആരോടാണ് നമ്മൾ ഈ മത്സരിക്കുന്നത്? അള്ളാഹുവിനോടോ? ചിന്തിക്കാൻ സമയം വൈകിപ്പോയിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുക. വിശുദ്ധ നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഏതൊരു പള്ളിയാണോ നബിയേ ആദ്യത്തെ നാൾ മുതൽ സ്ഥാപിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ തഖ്വയിൽ, അവിടെയാണ് അങ്ങ് നിസ്കരിക്കേണ്ടത്. ആ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ഖുബാ മസ്ജിദ് മദീനയിൽ പോയവർ കണ്ടിട്ടുണ്ടാകും. ഖുബാ മസ്ജിദ്, പരിശുദ്ധമായ ഖുബാ. ഹബീബായ നബി തങ്ങൾ എല്ലാ ശനിയാഴ്ചയും ദുഹാ നിസ്കാരത്തിന് പ്രത്യേകം പോയിരുന്ന പള്ളി. അതിനുശേഷമാണ് മസ്ജിദുൻ നബവി ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പള്ളി, ഇസ്ലാമിലെ ആദ്യത്തെ ഹബീബിൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന മസ്ജിദ് പരിശുദ്ധമായ ഖുബയാണ്. ആ വിഷയം പറയാൻ അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ കലണ്ടറിന് ആസ്പദമായ സംഭവം ഹിജറയാവണം എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം ഈ ആയത്താണ്. മിൻ അവ്വലി യൗമിൻ, ആദ്യ നാൾ തൊട്ടേ അള്ളാഹുവിൻ്റെ തഖ്വയിൽ സ്ഥാപിച്ചത്. ഏതാണ് ഈ ആദ്യ നാള്? ഹബീബ് മദീനയിലേക്ക് കടന്നു വന്ന അന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي أشرف الخلق സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച വരികളാണത്. ഒരു നാട്ടുകാർ ആട്ടിയോടിക്കുമ്പോൾ അടുത്ത നാട്ടുകാരെ ഹബീബിനെ സ്വീകരിക്കുകയാണ്. ജഹാമേ
अहले ईमान सूरते खुर्शीद जीते हैं इधर डूबे उधर निकले उधर डूबे इधर निकले ലോകത്ത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നവരുടെ ഉദാഹരണം അങ്ങനെയാണത്രേ. മാനിന്റെ ഖുർഷീദ്, സൂര്യനെ പോലെ ഇവിടെ അസ്തമിക്കുമ്പോൾ ഒരിടത്ത് ഉദിക്കുന്നുണ്ട്, അവിടെ അസ്തമിക്കുമ്പോൾ ഇവിടെ ഉദിക്കുകയാണ്. നിരന്തരമായ അസ്തമയം അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കില്ല എന്ന് ഇഖ്ബാലിൻ്റെ അനശ്വരമായ വരികളാണത്. അള്ളാഹുവിൻ്റെ റസൂലിനെ പുറത്താക്കിയപ്പോൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച മദീനക്കാർ ഹുബ്ബുൽ അൻസ്വാർ, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ, ഈമാനിൻ്റെ അടയാളമാണ്. മദീനക്കാരോടുള്ള സ്നേഹം ഈമാനിൻ്റെ അടയാളമാണ്. വആയത്തുൻ നിഫാഖ്, കപടവിശ്വാസത്തിൻ്റെ അടയാളമാണ്. ബുഗ്ദുൽ അൻസ്വാർ, അൻസ്വാരികളോടുള്ള ദേഷ്യം എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കൊണ്ടുവന്ന് കാത്തിരിക്കുകയായിരുന്നു. ആഴ്ചകളെടുത്ത് വരുന്ന യാത്രയാണത്. മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ ഇപ്പോൾ ബൈ റോഡ് ദൂരമുണ്ട്. നബി തങ്ങൾ വന്നതോ മുമ്പൊരിക്കലും ഒരു യാത്രാ സംഘവും നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ തവക്കുലിന്റെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച യാത്രയല്ലേ അത്? തവക്കുലിന്റെ ഏറ്റവും വലിയ പാഠം, തവക്കുലിന്റെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച യാത്രയാണത്. ആ യാത്ര ആരംഭിക്കുന്ന നാളിൽ അള്ളാഹുവിൻ്റെ റസൂൽ അനുയായികളോട് മുഴുവനും പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറപ്പെട്ടോളൂ മദീനയിലേക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ ഞാനോ? ഞാൻ പോവാറായോ? ആയില്ല സിദ്ദീഖേ, പറയാം. എല്ലാവരും പോകുന്നു. 250ഓളം ആളുകൾ മദീനയിലേക്കുള്ള യാത്രയിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയണം എപ്പോഴാണ് പുറപ്പെടേണ്ടതെന്ന്. അള്ളാഹുവിൻ്റെ റസൂല് സമയം പറയുന്നില്ല, കാത്തിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അന്നൊരു ഉച്ച ദിവസം ഞങ്ങളുടെ വാതിൽക്കൽ വന്ന് ആരോ മുട്ടുന്നു. ആരാണ് ഉച്ചനേരത്ത് വരുന്നത്? ഈ വരുന്ന ആൾ കാര്യമായൊരു പ്രശ്നത്തിന് വരുന്ന ആളായിരിക്കും. ഉച്ചനേരം, നട്ടുച്ചനേരത്തെ ചൂടുള്ള മരുഭൂമിയിൽ ആരും ഉച്ചനേരത്ത് വന്ന് ആരെയും ബുദ്ധിമുട്ടാക്കാറില്ല. ആരാണാവോ വരുന്നത്? നോക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 മുസ്ലിമീങ്ങളാണ് മക്കയിൽ ഇനി ബാക്കിയുള്ളത്. ഒന്ന് അഷ്റഫുൽ ഖൽഖ്, ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. യാത്ര പോവാൻ കഴിയാതെ വന്ന ചില സ്ത്രീകൾ അവിടെയുണ്ട്, ചില രോഗികൾ അവിടെയുണ്ട്. അസ്മാ ബീവി ഉണ്ട് അവിടെ. ഉമ്മയെ വാപ്പയെ നോക്കാൻ വേണ്ടി ബീവി അവിടെയാണ്. സ്വഹാബിയാത്തുകളിൽ രോഗികൾ അവിടെയുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ ആണത്തമുള്ള, ശൂരതയുള്ള, ആരോഗ്യമുള്ളവർ 3 അതിലൊന്ന് കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹു നോക്കണം ഹബീബിന്റെ ധൈര്യം. ശത്രുക്കൾ റോന്തു ചുറ്റുന്ന ആ നാട്ടിൽ കൂടെയുള്ള മുഴുവൻ അനുയായികളോടും നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് അവസാനം യാത്ര പോവാൻ കാത്തിരിക്കുന്ന ലോക നേതാക്കന്മാർക്ക് അണികൾക്ക് പ്രാധാന്യം, അണികളെയാണ് സംരക്ഷിക്കേണ്ടത്, തൻ്റെ ജീവൻ അപകടത്തിലായാലും എന്ന ഏറ്റവും വലിയ പാഠമാണ് ഹിജ്റയുടെ 1ാമത്തെ പാഠം. എന്നിട്ടാണ് നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുന്നത്. ചോദിച്ചു, സിദ്ദീഖേ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒരു സ്വകാര്യം പറയാനുണ്ട്. ഇന്നമാഹും അഹ്ലുക യാ റസൂലല്ലാഹ്. നബിയേ, എൻ്റെ വീടിനകത്തുള്ളത് അങ്ങയുടെ കുടുംബമല്ലയോ നബിയേ? എൻ്റെ വീട്ടുകാർ രഹസ്യം ചോർത്തില്ല നബിയേ. ഇന്നമാഹും അഹ്ലുക, ഇത് അങ്ങയുടെ കുടുംബമാണ് നബിയേ. ആയിഷ ബീവി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയായിട്ടില്ല. ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹ ആലോചന നടന്നിരിക്കുകയാണ്. ബീവി റളിയല്ലാഹു അൻഹയടക്കം അസ്മാ ബീവിയുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട് അവിടെ. ഗർഭിണിയാണ് അസ്മാ ബീവി, പ്രസവമെടുത്തിരിക്കുകയാണ്. 8 മാസം കഴിഞ്ഞ് 9ാം മാസത്തിൽ കടന്ന അസ്മാ ബീവിയുണ്ട് അവിടെ. അസ്മാ ബീവിയും സിദ്ദീഖ് തങ്ങളുടെ മക്കളാണ്. നബി തങ്ങളോട് സിദ്ദീഖ് എന്നവർ പറഞ്ഞ മറുപടി, നബിയേ അത് അങ്ങയുടെ കുടുംബമാണ് നബിയേ. ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസമാണത്. അവിടെ വല്ലതും പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ ഫോൺ എടുത്തിട്ട് ഈ വീട്ടുകാരൻ്റെ വീട്ടിലേക്ക് വിളിക്കൂല, അവർ പരസ്യപ്പെടുത്തില്ല. സ്വകാര്യങ്ങൾ സ്വകാര്യമാണ്, രഹസ്യം രഹസ്യമാണ്, വിശേഷിച്ചും ദീനിന്റെ വിഷയം. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നബിയെ കയറിയിരിക്കു നബിയെ. എന്തു പറ്റി? അങ്ങ് വളരെ വിഷമത്തിലാണല്ലോ, എന്താണ് വിഷയം? അതിനലി റബ്ബി ബിൽ ഹിജ്റ.
സിദ്ദീഖേ, അല്ലാഹു എന്നോട് ഹിജ്റ പോവാൻ പറഞ്ഞു, എന്നോട് പുറപ്പെടാൻ പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞു. എന്നോട് പുറപ്പെടാൻ പറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ആത്മീയ സ്നേഹത്തിൻ്റെ ഒരിക്കലും അണമുറിയാത്ത അനുരാഗത്തിൻ്റെ ഉദാഹരണം സംഭവിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറയുന്ന വാക്ക് അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, ഞാനും വരട്ടെ നബിയെ കൂടെ, അങ്ങ് എന്നെയും കൊണ്ടുപോകുമോ നബിയെ, എന്നെയും കൊണ്ടുപോകുമോ? ആരെയാണ് ഈ കൊണ്ടുപോകുന്നത്? ആരുടെ കൂടെയാണ് ഈ കൊണ്ടുപോകാൻ ചോദിക്കുന്നത്? യാത്ര എങ്ങനത്തെ യാത്രയാണ്? തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം, സിദ്ദീഖ് എന്നവരുടെയും അഷ്റഫുൽ ഖൽഖിന്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയെടുത്ത് കൊണ്ടുവരുന്ന ശത്രുവിന് കിട്ടുന്നത് 100 ഒട്ടകം, ചെമന്ന 100 ഒട്ടകം, ഒരിക്കലും കിട്ടാത്ത വിലപിടിപ്പുള്ള ചെമന്ന ഒട്ടകങ്ങൾ 100 എണ്ണം ഇനാം പ്രഖ്യാപിച്ച യാത്രയാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന കച്ചവടക്കാരൻ്റെ സർവ്വസമ്പത്തും ഉപേക്ഷിച്ചുള്ള യാത്രയാണത്. ചോര ചിന്താനിടയുള്ള യാത്രയാണത്. ജീവൻ നഷ്ടപ്പെടാനിടയുള്ള യാത്രയാണത്. ഹബീബിന് സെക്യൂരിറ്റി ചെയ്യാനുള്ള യാത്രയാണത്. ഇസ്ലാമിൻ്റെ ദൗത്യവുമായുള്ള യാത്രയാണ്. എന്നാലും അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, കൂടെ വരട്ടെ നബിയേ, എന്നെ കൂട്ടുമോ നബിയേ എന്ന് ചോദിച്ച സിദ്ദീഖ് എന്നവരുടെ ആ സ്നേഹം ഒന്ന് ഓർത്തു നോക്കൂ മുഅ്മിനേ. ആരാണ് കൂട്ടുകാരൻ്റെ കൂടെ ജയിലിൽ പോകാറുള്ളത്? ആരാണ് കൂട്ടുകാരൻ്റെ കൂടെ ജീവനപായപ്പെടുന്ന യാത്ര ചെയ്യാറുള്ളത്? ആരാണ് കൂട്ടുകാർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവാർ? മുത്തുനബിക്ക് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാചിച്ചു ചോദിക്കുമ്പോൾ വഹി വരണം, അല്ലാഹു പറയണം സിദ്ദീഖ് എന്നവരെ കൂടെ കൂട്ടാൻ. വഹി വരുന്നു, സിദ്ദീഖേ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം. പൊട്ടിക്കരഞ്ഞില്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? വല്ലാത്ത കരച്ചിൽ കരഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയി, ഫവല്ലാഹി മാ റഅയ്തു അഹദൻ യബ്കീ മിനൽ ഫറഹ്, സന്തോഷം കൊണ്ട് കരയുന്ന കരച്ചിൽ, എൻ്റെ ഉപ്പ സിദ്ദീഖ് എന്നവർ കരഞ്ഞതുപോലെയുള്ള കരച്ചിൽ ഞാൻ അതിൻ്റെ മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. സന്തോഷം കൊണ്ട് എൻ്റെ ഉപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ കണ്ടു. അത് സങ്കടത്തിൻ്റെ കരച്ചിലായിരുന്നില്ല, ബുകാഉർ റിജാൽ, ആൺകുട്ടികളുടെ കരച്ചിലായിരുന്നത്. സിദ്ദീഖ് എന്നവർ കരഞ്ഞു സന്തോഷം കൊണ്ട്. കൂടെ വരാൻ പർവാനാ കോ ചിറാഗ് ഹേ, परवाना को चिराग है, बुलबुल को फूल बस, सिद्दीक़ के लिए है खुदा का रसूल बस, सल्लल्लाहु अलैका या सय्यदी या रसूल अल्लाह, सल्लल्लाहु अलैका या सय्यदी या हबीब अल्लाह, सल्लल्लाहु अलैका या सय्यदी യാ ഖൈറ ഖൽഖില്ലാഹ്. ഖസ്വാഇന്റെ പുറത്ത് കയറുന്ന മുത്തുനബി തങ്ങൾ, സിദ്ദീഖേ കയറിക്കോളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ്. ശത്രുക്കൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശത്രുക്കൾ ആരും അറിയും മുമ്പ് നട്ടുച്ച നേരത്താണ് യാത്ര പോകുന്നത്. സാധാരണ അറബികൾ ദീർഘയാത്ര പോകുന്നത് രാത്രിയിലാണ്. മുത്തുനബി തങ്ങൾ പുറപ്പെട്ടതോ നട്ടുച്ച നേരത്ത്. പോയതോ മദീന നോർത്തിലാണ്. യാത്ര പോയത് സൗത്തിലേക്ക്, നോർത്തിലേക്ക്, വടക്കോട്ടാ പോകേണ്ടത് മദീനയിലേക്ക്. എന്നാൽ നബി തങ്ങൾ യാത്ര പോയത് തെക്ക് ഭാഗത്തേക്ക്. ശത്രുക്കൾ അന്വേഷിച്ചു വരുമ്പോൾ കാണരുത്. മുമ്പൊരിക്കൽ ഒരു യാത്രക്കാരും പോവാത്ത വഴികളിലൂടെ ഹബീബ് യാത്ര പോവുകയാണ്. ആ ഇളം കാലുകൾ ജൂൺ ചൂടേറ്റ് തപിക്കുന്ന മരുഭൂമിയിലൂടെ കല്ലുകൾ ചവിട്ടിയുള്ള യാത്ര, 500 കിലോമീറ്റർ നടന്നുള്ള യാത്ര, ഒട്ടകപ്പുറത്തുള്ള യാത്ര. അസ്ബാബുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. അസ്ബാബുകൾ സ്വീകരിക്കണം. സംരക്ഷണം അല്ലാഹു നൽകും, തീർച്ചയാണ്. നബിയേ, ശത്രുക്കളുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് നബിയേ. എന്നാലും ഹബീബേ, കാര്യകാരണങ്ങളാൽ അല്ലാഹു കാര്യം നടത്തുന്നവനാണ്. അസ്ബാബുകൾ സ്വീകരിക്കണം. സുരക്ഷിതമാവണം യാത്ര, അങ്ങ് സുരക്ഷിതമാക്കണം യാത്ര. അതുകൊണ്ടാണ് ഹബീബ് തെക്കോട്ട് യാത്ര പോകുന്നത്.
കൂടെയുണ്ട്. നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ ഒരു മഹദിയുണ്ട്. ആരാണ് ആ മഹദി എന്നറിയുമോ? ഈ ഉമ്മത്തിലെ മഹദിമാർക്ക് മുഴുവനും അഭിമാനമായ അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ, സിദ്ദീഖ് എന്നവരുടെ പ്രിയപ്പെട്ട മോൾ അസ്മാ റളിയല്ലാഹു അൻഹാ, അവരാണ് കാറ്ററിംഗ്, നബിയുടെക്കുള്ള ഭക്ഷണം. മദീനയിലേക്ക് പോകുന്ന യാത്രയിൽ മക്കയോടടുത്തുള്ള ഭാഗങ്ങളിലൊക്കെയും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. ആണുങ്ങളെപ്പോലും മറികടന്ന് നന്മയിലോടി വന്ന മഹദിയാണ് അസ്മാ റളിയല്ലാഹു അൻഹാ. 9 മാസം ഗർഭമുണ്ട് അസ്മാ ബീവിക്കെന്ന്. 9 മാസം ഗർഭമുണ്ട്. ആ ഗർഭമുള്ള അവസ്ഥയിലാണ് പുരുഷന്മാർക്ക് പോലും ഇന്ന് കയറാൻ പറ്റാത്ത ഗാർ സൗറിലേക്ക് ഒരു ദിവസം 2 തവണ കയറിയ മഹദിയാണത്. ഗാർ സൗറിൽ 3 ദിവസമാണ് ഹബീബായ നബി തങ്ങൾ തങ്ങാൻ പോകുന്നത്. ആ യാത്രയിൽ ഹബീബ് കൂടെ കൊണ്ടുപോയത് ആരെയെന്നറിയുമോ? മുസ്ലിമല്ലാതിരുന്ന ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു. അയാളാണ് ഗൈഡ്. എത്രയോ സത്യസന്ധന്മാരായ ആളുകൾ, എത്രയോ സത്യസന്ധരായ ആളുകൾ അന്യമതസ്ഥരിൽ കാണുമല്ലോ. എത്രയോ സത്യസന്ധന്മാർ, വഞ്ചിക്കാത്തവർ, നുണ പറയാത്തവർ, മദ്യപിക്കാത്തവർ, വ്യഭിചരിക്കാത്തവർ എത്ര കാണും. എത്ര മതമില്ലാത്തവരിൽ ഇതര മതങ്ങളിൽ ഒക്കെ കാണും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ളത് അബ്ദുല്ലാഹിബ്ൻ അരീഖത്ത് എന്ന് പറയുന്ന മുസ്ലിമല്ലാത്ത ഒരു ഗൈഡാണ്. അദ്ദേഹമാണ് നബി ഞങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ളത്. സിദ്ദീഖ് എന്നവർക്ക് കൂടെ നബി ഞങ്ങൾ ഒരു ആട്ടിൻ പറ്റത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയുണ്ട് ആമിർ ഇബ്നു ഫഹീറ റളിയല്ലാഹു അൻഹു. ആമിർ ഇബ്നു ഫഹീറ ആട്ടിടയനാണ്. ആട്ടിൻ പറ്റത്തെ തെളിച്ചു കൊണ്ടുവരും. എന്തിനെന്നറിയുമോ? ഹബീബും സിദ്ദീഖ് എന്നവരും നടന്നുപോയ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ ആമിർ ഇബ്നു ഫഹീറയുണ്ട്. വഴി കാണിച്ചു കൊടുക്കാൻ അബ്ദുല്ലാഹിബ്നു അരീഖത്ത് എന്നവരുണ്ട്. ഭക്ഷണം കൊടുക്കാൻ അസ്മാ ബീവിയുണ്ട്. കൂട്ടുകാരനായി ജീവൻ ത്യജിക്കാൻ തയ്യാറുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആ പരിശുദ്ധമായ ഹിജ്റയുടെ യാത്ര ആരംഭിക്കുന്നത്. ഹബീബ് ഹഖീഖി ഖുശ്നൂദി സിലാതാ ജോഷ് ഖിദ്മത് കാ शरफ पाया दातुन निताक़ैन जिसे അസ്മാ റളിയല്ലാഹു അൻഹക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന പേര് വരുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും ചുക്കാപ്പിണ്ടല്ലേ? മാഷാ അല്ലാഹ്. എല്ലാവർക്കും തികയോ? ഉള്ളത് ക്വാളിറ്റി കൊടുക്കല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ആരാണിത് ഓഫർ ചെയ്തത്? നമ്മുടെ റഹീം ക. മാഷാ അല്ലാഹ്. വലിയ കൂലിയല്ലേ ഇരിക്കണ. എല്ലാവരും ഒന്ന് ബിസ്മില്ലി കുടിച്ച് ആ കൂലി അദ്ദേഹത്തിന് കിട്ടൂലേ? ഒരു ഓഹരി അദ്ദേഹത്തിന് കിട്ടൂലെന്ന് വിചാരിച്ച് കുടിക്കാണ്ട് ബിസ്മില്ലാണ്ടിരിക്കണ്ടേ? നമുക്ക് കുറയില്ല, അത്ര തന്നെ അയാൾക്കും കിട്ടും. മാഷാ അല്ലാഹ്. അള്ളാഹു ഖബൂലാക്കട്ടെ. അതൊക്കെ ഒരു സൗഭാഗ്യമാണ്. എല്ലാ പൈസക്കാർക്കും ചിലവഴിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ലല്ലോ. എത്ര ബാങ്ക് ബാലൻസിൽ മരിച്ചു പോണവരുണ്ട്. അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ് ചിലവഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാഹ്. ഇവിടെ ബക്കറ്റും പാട്ടുപരുവൊന്നുമില്ലേ? ഇല്ലേ? എന്നാൽ വേഗം ഇറങ്ങിക്കോളും. സമയം ഇതാ 10:20. അപ്പോൾ പെട്ടെന്നാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു എന്തെങ്കിലുമൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വജഹുദ്ദേശിച്ച് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കും. വേറെ ഒരു പിരിവൊന്നും ഇവിടെ പറയാനോ കൂടുതൽ സമയമെടുക്കാനോ അതിന് സൗകര്യമില്ലാത്തത് കൊണ്ട് ഇത് നമ്മുടെ പ്രവർത്തകന്മാർ വരും. നമ്മുടെ പള്ളിയുടെ വരും. ഈ 12 ലക്ഷങ്ങൾ വരും. ഇതിന് 2 ലക്ഷത്തിലേറെ തന്നെ ഇതിന് വരും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പന്തൽ ഉണ്ടാക്കുന്ന കുഞ്ഞുമാൻ സാഹിബ് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? എവിടെ കുഞ്ഞുമാൻ കൂടെ ഉണ്ടാ? അവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അവരൊക്കെ ഒന്ന് കനിഞ്ഞാൽ കുറച്ച് അൽഹംദുലില്ലാഹ് വലിയ സൗഭാഗ്യമാണ്, വലിയ റാഹത്താണ്. ഏതായിരുന്നാലും എല്ലാവരും ഒന്ന് കൈയഴിഞ്ഞ് സഹായിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. എല്ലാവർക്കും ഈ ചുക്കാപ്പി എന്താണ് കുടിക്കാനുണ്ടാക്കിയെന്ന് വെച്ചാൽ കൊണ്ടുവരും. ബിസ്മി ചൊല്ലി ലത്തെ കൈ കൊണ്ട് കുടിക്കുക. കഴിഞ്ഞിട്ടൊരു അൽഹംദുലില്ലയും പറയാം. ഓക്കെ? ഇൻഷാ അല്ലാഹ്. മറന്നു പോകണ്ട. എല്ലാവരും ഇരിക്കുന്നുകൊണ്ട് ഇരുന്ന് കുടിക്കണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് സഹായികളായവർ, അത് കുക്ക് ചെയ്തവർ, അത് വിതരണം ചെയ്യുന്നവർ, അത് കൊണ്ടുവന്നവർ എല്ലാവർക്കും അള്ളാഹു കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമ്മാനമൊന്നുമില്ല. ബിസ്മില്ലാഹ്. ചോദ്യം ചോദിച്ചു. അത് അബുദാബിയിലേ ഉള്ളൂ.
മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. അബുദാബി നാളെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്, ശനിയാഴ്ച. അവിടെ വന്നൊരു സമ്മാനം തരാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. നമ്മൾ അവിടെ ചില ചോദ്യം ഇൻട്രാക്റ്റീവായിട്ടാണ് അബുദാബിയിലെ ശനിയാഴ്ചത്തെ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് സെൻറ്റും കുപ്പിക്ക് അവിടെ അത്രയൊക്കെ സമ്മാനം കൊടുക്കാറുണ്ട്. അത് ആയിരിക്കും പുള്ളി ചോദിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ദാത്തുൻ നിതാഖൈൻ അസ്മാ റളിയല്ലാഹു അൻഹാ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ പേര് വരാനും ഒരു കാരണമുണ്ട്. പരിശുദ്ധമായ ഗാർ സൗറിലേക്ക് കടക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവിടെ സൂറത്തു തൗബയിലുള്ള പ്രസിദ്ധമായൊരു ആയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓതണം. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. പരിശുദ്ധമായ തബൂക്ക് യുദ്ധം നടക്കുമ്പോഴാണ് സൗർ ഗുഹയിൽ നടക്കുന്ന സംഭവം അല്ലാഹു അനുസ്മരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണത്. ഇമാം ശഅബി തങ്ങൾ പറഞ്ഞു, ഈ ആയത്തിൽ സിദ്ദീഖ് എന്നവരൊഴികെ മുഴുവൻ ആളുകളെയും അല്ലാഹു സത്യത്തിൽ ആക്ഷേപ സ്വരത്തിലാണ് അല്ലാഹു സംസാരിക്കുന്നത്. എൻ്റെ റസൂലിനെ നിങ്ങളാരും സഹായിക്കാൻ മുന്നോട്ട് വരില്ലെങ്കിൽ എൻ്റെ റസൂലിനെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഹബീബിന് നിങ്ങളാരുടെയും ഒത്താശ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂലി വേണോ, നിങ്ങൾ അധ്വാനിച്ചോളൂ. ഇതാണ് അല്ലാഹുവിൻ്റെ ഭാഷ്യം. തബൂക്ക് യുദ്ധമാണ് പശ്ചാത്തലം. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ ജയ്ഷുൽ ഉസ്ര എന്നാണ് ആ സൈന്യത്തിൻ്റെ പേര്. കഷ്ടക്കാലം, പ്രയാസമുള്ള കാലത്ത് നടന്ന സൈന്യം. ഏറ്റവും നല്ല പ്രയാസമുള്ള കാലം, ചൂടുള്ള കാലം. മദീനയിൽ നിന്ന് 500 കിലോമീറ്റർ യാത്ര പോവണം. ഹിജ്റയുടെ 9ാമത്തെ വർഷമാണ് സംഭവം നടക്കുന്നത്. ഈ ആയത്ത് അല്ലാഹു ഇറക്കുന്നത് ഹിജ്റ കഴിഞ്ഞിട്ട് 9 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആയത്ത് ഓതുമ്പോൾ തോന്നും ഹിജ്റയുടെ ഉടനെയാണ് ആയത്തിറങ്ങിയതെന്ന്. അല്ല, 9ാമത്തെ കൊല്ലം, ഹിജ്റയുടെ 9ാമത്തെ വർഷം. തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ വാഹനമില്ലെന്ന് പറഞ്ഞ്, ചൂടാണെന്ന് പറഞ്ഞ്, പ്രയാസമാണെന്ന് പറഞ്ഞ്, കഴിയില്ലെന്ന് പറഞ്ഞ്, എത്ര ദൂരമാണെന്ന് പറഞ്ഞ് ഈമാൻ ദുർബലമായ ആളുകൾ വഴിമാറി നിന്നപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, ഇല്ലാ തൻസുറൂഹ്, എൻ്റെ റസൂലിനെ നിങ്ങളാരും സഹായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്? ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു സഹായിച്ചിട്ടുണ്ട് അവൻ്റെ റസൂലിനെ. എപ്പോഴാത് പറയുന്നത്? ഈ ഹിജ്റ കഴിഞ്ഞ് 9 കൊല്ലം കഴിഞ്ഞിട്ട്. എന്നിട്ട് അല്ലാഹു എന്താ പറയുന്നത്? എപ്പോഴല്ല സഹായിച്ചു? ഇദ് അഖ്റജഹുല്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകൾ മുത്തുനബി തങ്ങളെ മദീനയിൽ നിന്ന് അട്ടിയോടിച്ചപ്പോ, പുറത്താക്കിയപ്പോ, രണ്ട് പേരുണ്ടായിരിക്കെ രണ്ടാമനായ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇദ് ഹുമാ ഫിൽ ഗാർ, രണ്ടുപേരും ഗുഹയിലാകുമ്പോൾ, ഇദ് യഖൂലു ലിസ്വാഹിബിഹി, അല്ലാഹുവിൻ്റെ റസൂലാണ് കൂട്ടുകാരനോട്, സ്വാഹിബിനോട് പറയുന്നത്. അല്ലാഹു വിളിച്ചില്ലേ നബി തങ്ങളുടെ സുഹൃത്തെന്ന് സിദ്ദീഖ് എന്നവരെ കുറിച്ച്? സ്വാഹിബ് എന്ന പേര് അല്ലാഹു കൊടുത്ത പേരാണത്. തൻ്റെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? മുത്തുനബി തങ്ങൾ, ലാ തഹ്സൻ, സങ്കടപ്പെടരുത്. ഇത് നമ്മളോട് പറയാനായി ഇന്ന് ആളില്ലാത്തത് അല്ലേ? സങ്കടപ്പെടണ്ട, സാരില്ല, സമാധാനിച്ചിരിക്കെ, വിഷമിക്കണ്ട. ലാ തഹ്സൻ, സിദ്ദീഖേ സങ്കടപ്പെടരുത്. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ആരാണ് അല്ലാഹു?
ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവനാണ് അല്ലാഹു. മനുഷ്യന്റെ കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്തവനാണ് അല്ലാഹു. ആ റബ്ബ് നമ്മളോട് കൂടെയുണ്ട് സിദ്ദീഖേ. അങ്ങനെയാണെങ്കിൽ ശത്രുക്കൾക്ക് അല്ലാഹു നമ്മളെ കാണിച്ചു കൊടുക്കൂല. അല്ലാഹു കണ്ണുകൾക്ക് വിധേയമാവാത്തവനാണല്ലോ. നമ്മളെ അല്ലാഹു അങ്ങനെ സംരക്ഷിക്കും. സിദ്ദീഖേ, പേടിക്കണ്ട. എപ്പോഴായി പറയുന്നത്? ഗുഹക്കകത്താണ് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുഹയുടെ മുമ്പിൽ വരെ ശത്രുക്കളെത്തി. അറിയണം, അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ. നിബിതങ്ങൾ അസ്ബാബുകളെല്ലാം സ്വീകരിച്ചു, കാരണങ്ങളെല്ലാം സ്വീകരിച്ചു. എന്നാലും ശത്രുക്കൾ അരികത്തെത്തി. പക്ഷേ അല്ലാഹു ഹബീബിനെ സംരക്ഷിക്കുകയാണ്. എന്തായിരുന്നു അവിടെ ഉണ്ടായത്? സ്പൈഡർ വെബ്, ഒരു ചിലന്തി വല, ആൻഡ് എ പീജൻ, ഒരു പ്രാവും. ഇത് മാത്രമാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെയും കൊലപാതകത്തിൻ്റെയും ഇടയിലുള്ള സംഭവം. ഇത് മാത്രം. അല്ലാഹു സംരക്ഷിച്ചില്ലേ? മലക്കുകളെ ഇറക്കിയല്ലോ അവിടെ. ശത്രുക്കൾ കയറി വന്നു. ശത്രുക്കൾ വഴി കാണിച്ചു കൊടുക്കുന്ന, ശത്രുക്കളെ തേടാൻ കഴിയുന്ന, ശത്രുക്കളുടെ മണം പിടിച്ച് വഴി കണ്ടെത്താൻ പറ്റുന്ന ഒരു എക്സ്പേർട്ടിനെയുമാ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, കാലുകൾ പോകുന്നത് കണ്ടാൽ ഈ മലയിലേക്കാണ് അവർ പോയത്. പക്ഷെ അവിടെ പോകുമെന്ന് തോന്നുന്നില്ല. അല്ലാഹു ബുദ്ധി കണ്ട് മറച്ചു കൊടുത്തു എന്നാ. അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതുവരെ അവർ ഒട്ടകത്തിൻ്റെ കാഷ്ടം നോക്കിയിട്ടാ വന്നത്. ഒട്ടക കാഷ്ടം നോക്കിയിട്ട് അവർ പറയും, ഇതിൽ കാരക്കയുടെ കുരു കാണുന്നുണ്ട്, ഇത് നഗരത്തിൽ തിന്നുന്ന കാരക്കയാണ്, അപ്പോൾ അത് മക്കയിൽ നിന്ന് വന്ന ഒട്ടകമാണ്. അവർ പറയുന്നുണ്ട്, യു ക്യാൻ സ്മെൽ യു ക്യാൻ ഫൈൻഡ് എ ബേർഡ് ബൈ സ്മെല്ലിംഗ് ദ എയർ. വായു ശ്വസിച്ചുകൊണ്ടൊരു പക്ഷിയെ നിനക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലേ? അത്രയും കഴിവുള്ള ആൾ. പക്ഷെ അല്ലാഹു ബുദ്ധിക്കൊരു മറ വെച്ചു കൊടുത്തു. കയറിപ്പോയത് കാണുന്നുണ്ട്, ഇവിടെ അവസാനിച്ചു, ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടാണ് കാല് കാണുന്നത്, പക്ഷെ അങ്ങോട്ട് പോകാൻ സാധ്യതയില്ലല്ലോ. ഗുഹാമുഖം വരെ വന്നുവല്ലോ അവര്. വന്നെന്നു മാത്രമല്ല, ഗുഹയുടെ മുമ്പിലേക്ക് അവരിൽ ഒരാൾ മൂത്രമൊഴിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിന് ഔറത്ത് കാണാതെ അല്ലാഹു മാലാഖമാരുടെ ചിറകുകൊണ്ട് മറവിരിച്ചു എന്നാണ് ഹദീസിലുള്ളത്. സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, സിദ്ദീഖേ, കണ്ടില്ലേ അയാൾ മൂത്രമൊഴിക്കുന്നു. ആ സംഭവം മാലാഖമാർ നമ്മളെ മറച്ചു വെച്ചിരിക്കുകയാണ്, അവർക്ക് നമ്മളെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരിങ്ങോട്ട് മൂത്രമൊഴിക്കുക, ഗുഹയിലേക്ക് നോക്കിയാൽ കാണുമല്ലോ. അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട്, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. സിദ്ദീഖേ, പേടിക്കല്ലേ. അവരുടെ കാല് കണ്ടപ്പോഴാണ് സിദ്ദീഖ് എന്നവർ പറയുന്നത്, ഇച്ചിരി താഴോട്ടുള്ള ഗുഹയാണത്. ആ ഗുഹയിലേക്ക് നബിയേ, അവരിൽ ആരെങ്കിലും ഒരാൾ കാല് പൊക്കിയാൽ, കാലുയർത്തി നോക്കിയാൽ നമ്മെ കണ്ടുപോകുമല്ലോ. സിദ്ദീഖ്, നിങ്ങൾ എന്തായി വിചാരിക്കുന്നത്? അല്ലാഹു സാലിസുഹുമാ. രണ്ടുപേർക്ക് എന്തിനെ വിഷമിക്കണം? രണ്ടുപേരെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു സിദ്ദീഖേ? മൂന്നാമൻ അല്ലാഹു ആണെങ്കിൽ, മൂന്നാമൻ അല്ലാഹു ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേർക്ക് എന്ത് പേടി? എന്തിന് പേടിക്കണം? അല്ലാഹു നമ്മളോടൊപ്പം ഇല്ലേ സിദ്ദീഖേ? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമ്മളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ സാനിയസിനൈനിയായ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. അല്ലാഹുവിൻ്റെ സമാധാനം ഇറക്കിക്കൊടുത്തു മുത്തുനബി തങ്ങൾക്കും സിദ്ദീഖ് എന്നവർക്കും. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യം അല്ലാഹു അവിടെ ഇറക്കിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ റസൂലിനെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളാരും സഹായിച്ചില്ലെങ്കിൽ എന്താണ്? എൻ്റെ റസൂലിനെ ഒരാളെ വെച്ചുകൊണ്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു അഭിമാനം പറഞ്ഞ സംഭവമാണ് ഹിജ്റ. وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. وجعل كلمة الذين كفروا السفلى. മുതഅല്ലിമീങ്ങൾ ഇരിക്കുന്നുണ്ട് അവിടെ, അവർക്ക് വേണ്ടി പറയട്ടെ. ജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല എന്നത്
ജുംല ഫിഅലിയായ ജുംലയാണ്. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ എന്നത് എങ്ങനത്തെ ജുംലയാണ് മോനെ? മക്കൾക്കാർക്ക് അറിയുന്നുണ്ടോ? ജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല ഫിഅലിയായ ജുംലയാണ്. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ അതെങ്ങനത്തെ ജുംലയാണ്? ഒന്ന് കൈപൊക്ക് ഉത്തരം അറിയുന്നവര് പെട്ടെന്ന്. സമ്മാനമുണ്ട്. എങ്ങനത്തെ ജുംലയാണ്? ആരുല്ലേ? 5 സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യും. അറിയുന്നവര് പറയണം. കൈപൊക്കുക. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ എന്നത് എങ്ങനത്തെ ജുംലയാണ്? ജുംല സമയം ഇപ്പൊ കഴിയും. പറഞ്ഞോ? ജുംല ഇസ്മിയ എന്നാരാ പറഞ്ഞത്? ആദ്യം പറഞ്ഞതാരാ? മോൻ നടുവിലാണല്ലേ? ആ കുട്ടിക്കൊരു സമ്മാനമുണ്ട്. അപ്പോൾ നിങ്ങൾ കൊണ്ടേ കൊടുത്തേക്കേ. ബിസ്മില്ലാ. ജുംല ഇസ്മിയയാണ്. ഇസ്മിയായ ജുംല സുബൂത്തിനെ അറിയിക്കും എന്നാണ്. അത് എപ്പോഴും അങ്ങനെയാണെന്നാണ് അതിനർത്ഥം. ബിസ്മില്ലാ. ഒരു സന്തോഷത്തിനും ഒരു ഓർമ്മക്കും ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. അപ്പോൾ ജുംല ഫിഅലിയ, ജുംല ഇസ്മിയ എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. ഫിഅൽ എന്ന് പറഞ്ഞ വെർബൽ സെന്റൻസ്, ഇസ്മിയ എന്ന് പറഞ്ഞ നൊമിനൽ സെന്റൻസ്. നാമം കൊണ്ട് ആരംഭിക്കുന്ന ജുംലയാണ് നൊമിനൽ സെന്റൻസ്. അതിനാണ് നമ്മൾ ജുംല ഇസ്മിയ എന്ന് പറയുക. കർമ്മം കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസിനാവുമ്പോൾ ഫിഅലിയായ വെർബൽ സെന്റൻസ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത, വെർബൽ സെന്റൻസുകൾ ഇച്ചിരി ബോറടിക്കുന്നത് ഞാൻ വളരെ ചുരുക്കി 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. കുഴപ്പമില്ല. ശ്രദ്ധിക്കാം. ഈ ഗ്രാമറൊക്കെ പറയുമ്പോൾ എന്തിനിപ്പോൾ സാധാരണക്കാർക്ക് ഗ്രാമർ മുത്താലിമ്യങ്ങളെ കാണുന്നുണ്ട് പറയാൻ, അവർക്ക് എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെട്ടേക്കും. അന്നത്തെ ശത്രുക്കളുടെ അവിശ്വാസികളുടെ വചനം അല്ലാഹു താഴെയാക്കി. അല്ലാഹുവിന്റെ കലിമത്ത് തന്നെയാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ മറ്റവരത് താഴെ ആക്കി എന്ന് പറഞ്ഞാൽ അത് അല്പം പൊങ്ങിയാൽ തന്നെയും അതിന് സുബൂത്തില്ല. തജദ്ദുദ് ഹുദൂസിനെ അറിയിക്കും ഫിഅലുകളെ. ശത്രുക്കളുടെ അവിശ്വാസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്നോ അല്ലെങ്കിൽ ഉയർച്ചയെന്നോ നമ്മൾ പറഞ്ഞാലും അതിന് സ്ഥിരതയില്ല. സത്യമാണ് ഉയർന്നു നിൽക്കുന്നത്. സ്ഥിരതയില്ലാത്തത് താഴും. അതുകൊണ്ടാണ് വജഅല എന്ന റബ്ബ് പറയുന്നത് എപ്പോഴെങ്കിലും ഉയർന്നാൽ തന്നെ പേടിക്കേണ്ട, അത് താഴാനുള്ളതാണ്. എന്നാൽ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അല്ലാഹുവിന്റെ കലിമത്ത് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ്. വല്ലാഹു അസീസുൻ ഹകീം. ഈ പരിശുദ്ധമായ ആയത്ത് ഹിജ്റയെ സംബന്ധിച്ച് അല്ലാഹു ഇറക്കിയ ആയത്താണ്. അല്ലാഹുവിന്റെ ഹബീബിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായ സംഭവം എത്രയും വലിയ സ്നേഹത്തിന്റെ അടയാളം. നബിയുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ നിൽക്കണം, അവിടെ മുള്ളൊന്ന് ഞാൻ എടുത്തോട്ടെ എന്നിട്ട് വരാം. ഗുഹയിലേക്ക് കടക്കുമ്പോൾ നബിയെ ഉള്ളകം മുഴുവനും ഞാനൊന്ന് വൃത്തിയാക്കാം എന്നിട്ട് വന്നോളൂ, ദ്വാരങ്ങളൊക്കെ ഞാൻ അടച്ചു വെക്കാം എന്നിട്ട് വന്നോളൂ നബിയേ. എന്തെങ്കിലും ഒരപകടം സംഭവിച്ചാൽ അത് സിദ്ദീഖിന് സംഭവിച്ചോട്ടെ, പക്ഷേ ലോകത്തിന്റെ ഗുരുവേ അങ്ങേക്ക് സംഭവിച്ചാൽ ലോകത്തിനാണ് നഷ്ടം. അങ്ങ് മരിക്കരുത്. ഞാൻ മരിച്ചാൽ ഒരു സിദ്ദീഖാണ് നഷ്ടപ്പെടുന്നത്. അങ്ങ് മരിച്ചാൽ ഒരു അന്ത്യപ്രവാചകനെയാണ് ലോകത്തിന് നഷ്ടമാവുക. അതുകൊണ്ട് നബിയേ ഞാൻ ആദ്യം ചെന്ന് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്താം. അങ്ങനെ ഹബീബിനെ സംരക്ഷിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻ ഗുഹയിലേക്ക് നോക്കിയിട്ടവർ പറഞ്ഞ വാക്കതാണ്. ഇതിനകത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ചിലന്തി വല ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, ഈ പ്രാവ് ഇവിടെ മുട്ടയിടുമായിരുന്നില്ലല്ലോ. ആളവിടെ ഇല്ലെന്ന് പറഞ്ഞു. സംഗതിയിൽ അവിടെയുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യത്തെ അല്ലാഹു അവിടെ ഇറക്കിയിട്ടുണ്ട്. റബ്ബിന്റെ മാലാഖമാർ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ആ സഹവാസത്തിന്റെ ഏറ്റവും വലിയ മഹിതമായ സ്നേഹം, ഹബീബിനോടുള്ള അമിതമായ സ്നേഹം, ഏറ്റവും വലിയ സ്നേഹമല്ലേ അത്? റസൂലുള്ളാഹി തങ്ങളോട് ഇത്രക്കുമേൽ സ്നേഹം കാണിച്ച മറ്റൊരാൾ വേറെയുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം. ഹബീബ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? സിദ്ദീഖ് എന്നവർ സ്നേഹിച്ച പോലെ.